എന്താണ് വിളിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ പേര് നോക്കിയിട്ട് വിളിച്ചായിരിക്കും. അത് അങ്ങനത്തെ ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ ചെയ്യാൻ പാടില്ല. കാരണം ഈ രാജ്യത്തുള്ള പിന്നോക്കക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും അവർക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്ത, എന്നാൽ എല്ലാവരെയും സമന്മാരായി കണ്ട ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ കസേരയിലാണ് താൻ ഇരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ആ ബോധമുണ്ടാവണം. അതല്ലാതെ ഒരിക്കലും അദ്ദേഹത്തിനെ പോലത്തെ ഒരു വ്യക്തി ഇരിക്കുന്ന സ്ഥാനത്തിനെ നോക്കണം. ഒരിക്കലും അങ്ങനെ വർഗീയ പരാമർശം നടത്താൻ പാടില്ല. തെറ്റ് തന്നെയാണത്. ഈ സമുദായത്തിനെ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹത്തിനെ പോലെ ഒരാൾക്ക് ഭൂഷണമാണോ? അത് അദ്ദേഹത്തിനെ കൊണ്ട് തിരുത്തിക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല? എത്രയും നല്ല ബന്ധമുണ്ടായിട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന CPM കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ സ്വാഗതം ചെയ്യുന്നു, മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നു. അതിൽ CPM ഉത്തരവാദിത്വം ഉണ്ട് ആ കാര്യത്തിൽ. അങ്ങനെയുള്ളൊരു വ്യക്തിയെ മതേതരവാദി എന്ന് വിശേഷിപ്പിച്ച രീതി ശരിയായിരുന്നു. അപ്പം വെള്ളാപ്പള്ളിക്ക് തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തേണ്ട ചുമതല മുഖ്യമന്ത്രിക്കുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെയാണ്. അദ്ദേഹം മുമ്പേ അദ്ദേഹം ഞങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തിനെ വന്ദിക്കാനുമില്ല, എന്നാൽ നിന്ദിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ആറ്റിറ്റ്യൂഡിനോട് 1% പോലും ഞങ്ങൾ യോജിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വർഗീയ പരാമർശങ്ങൾ തെറ്റാണ്. അതിനോട് ഞങ്ങൾക്ക് യോജിക്കാനും നിവർത്തിയില്ല. അത് ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യും.